കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാംഗത്വ കാലാവധി അവസാനിച്ചതോടെയാണ് രാജി. മന്ത്രിയാക്കിയതിൽ പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞതായി ജോർജ് കുര്യൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അതെല്ലാം പ്രധാനമന്ത്രി തീരുമാനിക്കേണ്ടതാണ് എന്നായിരുന്നു BJP നേതാവ് കെ സുരേന്ദ്രന്റെ മറുപടി. പ്രധാനമന്ത്രി ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് അല്ല, അതൊക്കെ തീരുമാനിക്കേണ്ടവരോടല്ലേ ചോദിക്കേണ്ടത്. ഇവിടെ ഇരുന്ന് ഞങ്ങളോട് എന്ത് ചോദിക്കാനാ? ഇവിടെ ഇരുന്ന് ഞങ്ങൾ എന്ത് പറയാൻ? ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ജോർജ് കുര്യൻ രാജിവെക്കുമെന്നത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. രാജ്യസഭാംഗത്വ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് രാജിവെക്കുകയെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ ഇനി ഒരു ആകാംക്ഷയുള്ളത് കേരളത്തിൽ നിന്ന് മറ്റാരെങ്കിലും ഉണ്ടാകുമോ ആ പദവിയിലേക്ക് എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? എന്താണ് ജോർജ് കുര്യന്റെ FB പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്? കെ സുരേന്ദ്രന്റെ പ്രതികരണം നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. ബൽറാം. GK ജോർജ് കുര്യന്റെ രാജ്യസഭാ കാലാവധി ഈ ഞായറാഴ്ച അവസാനിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് വീണ്ടും രാജ്യസഭാ സീറ്റ് നൽകാത്ത പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹം രാജിവെക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം BJP നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിക്കുകയും തുടർന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടുകയുമായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിക്ക് അദ്ദേഹം തന്റെ രാജിക്കത്ത് കൈമാറിയത്. ആ രാജിക്കത്ത് പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് കൈമാറുകയായിരുന്നു. തുടർന്നാണ് രാഷ്ട്രപതി ഇന്ന് രാവിലെ 10 മണിയോടെ ജോർജ് കുര്യന്റെ രാജി അത് അംഗീകരിച്ചത്. തുടർന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു രാജി അംഗീകരിച്ചതായി. എന്തായാലും ഈ വിഷയത്തിൽ അപ്രതീക്ഷിതമായാണ് താൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് എന്നും തനിക്ക് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട് മാത്രമാണ് തനിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത് എന്നും ഇതിന് പ്രധാനമന്ത്രിയോട് നന്ദി അറിയിച്ചതായും ജോർജ് കുര്യന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം അതിനുശേഷം രാജിവെച്ച ശേഷം മാധ്യമങ്ങളെ കാണാൻ എന്തായാലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് അടുത്ത ചുമതല സംഘടനാ ചുമതലയായിരിക്കും അദ്ദേഹത്തിന് ഇനി ഉണ്ടാകുക എന്നാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ അത് സംസ്ഥാനത്താണോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെയാണോ എന്ന കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല. പുനഃസംഘടനയോടെ ആയിരിക്കും അക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകുക. അപ്രതീക്ഷിതമായാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയത്. അന്ന് പുതിയ സർക്കാരിന്റെ ചുമതലയേൽക്കൽ ചടങ്ങിന്റെ അന്ന് രാവിലെ പോലും അദ്ദേഹം മന്ത്രിയാകും എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 വർഷത്തെ കാലാവധിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കാലാവധിയും പൂർത്തിയായിരിക്കുന്നു. നേരത്തെ കേരളത്തിൽ നിന്നും അൽഫോൺസ് കണ്ണന്താനത്തിന് സമാനമായി തന്നെ അദ്ദേഹവും പകുതി വഴിയിൽ വെച്ച് തന്നെ മന്ത്രി സ്ഥാനം ഒഴിയുകയാണ്. എന്നാൽ പുതിയതായി പുനഃസംഘടനയിൽ ആരെങ്കിലും കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല. നേരത്തെ കെ സുരേന്ദ്രൻ ഈ വിഷയത്തോട് പ്രതികരിച്ചതും സമാനമായി തന്നെയാണ്. കേരളത്തിൽ നിന്നും മറ്റാരെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് അദ്ദേഹം മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഉടൻ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും നേതാക്കൾക്ക് കൂടുതൽ അവസരം നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് അറിയുന്നത്. എന്നാൽ കേരളത്തിൽ നിന്നും ചില പേരുകൾ പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അത് പ്രധാനമന്ത്രിയുടെ തന്നെയായിരിക്കും. ഉന്നതതലത്തിൽ നടക്കുന്ന ചർച്ചകളിലൂടെയായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പഞ്ചാബിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായേക്കുമെന്ന സൂചനകളുണ്ട്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. GK. ശരി, രാജ്യസഭാംഗത്വ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ജോർജ് കുര്യൻ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് പകരം ആരെങ്കിലും കേന്ദ്ര മന്ത്രിയായി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ചില സൂചനകൾ, ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ അന്തിമമായ തീരുമാനത്തിലൂടെയാണ് പുറത്തുവരാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.